ആളുന്ന പ്രതിഷേധം. ആലപ്പാട് ഖനന വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. വ്യവസായ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ സമരക്കാരുമായുള്ള ചർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. ഖനന വിരുദ്ധ സമരത്തോട് ആദ്യം കടുത്ത നിലപാടെടുത്ത സർക്കാർ മയപ്പെടുത്തുന്നുവെന്ന സൂചനയാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. കരിമണൽ വിരുദ്ധ സമരത്തോട് ഇതുവരെ മുഖം തിരിഞ്ഞു നിന്ന സർക്കാർ നിലപാട് മയപ്പെടുത്തുകയാണ്. ബുധനാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിക്കും. കരിമണൽ സമരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകളും യോഗത്തിൽ ചർച്ചയാവും. വ്യവസായ വകുപ്പ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സ്റ്റഡിയാണ്. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് നേരത്തെ ഒരു നിശ്ചയമുണ്ട്. ഇപ്പോഴെന്താണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഖനന വിരുദ്ധ സമരക്കാർക്ക് നിക്ഷിപ്ത താൽപര്യമുണ്ടെന്ന മുൻ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൻ പ്രചരണം നേടുന്ന സമരം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി തിരിച്ചറിഞ്ഞാണ് പുതിയ നീക്കം. സമരക്കാരുമായി ചർച്ച നടത്താനുള്ള സന്നദ്ധത സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ജനങ്ങളോട് ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടിവരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. ഖനന മേഖലകൾ സന്ദർശിച്ച നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഖനനം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് വഴങ്ങില്ല. എന്നാൽ പ്രാദേശികമായ ആശങ്കകൾക്ക് പരിഹാരം കാണും. ഇതായിരിക്കും സർക്കാരിന്റെ നയം. ആലപ്പാട്ടെ സമരം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം കാനം രാജേന്ദ്രനും പങ്കുവച്ചു. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെന്റ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വെക്കരുതെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREL നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18 കൊല്ലം. കോലഞ്ചേരി പഴംതോട്ടം പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തെ തുടർന്ന് യാക്കോബായ വിഭാഗം മെത്രാപ്പോലിത്ത ബെസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ പള്ളിക്ക് പുറത്ത് മരണം വരെയും ഉപവാസം ആരംഭിച്ചു. പള്ളി ഗേറ്റിന് പുറത്ത് പായ വിരിച്ച് മെത്രാപ്പോലിത്ത പ്രാർത്ഥന ഉപവാസം നടത്തുകയാണ്. പള്ളിക്കുള്ളിൽ നിന്നും ഇന്ന് പുറത്തിറങ്ങില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ മത്തായി ഇടയനാൽ പറഞ്ഞു. പഴംതോട്ടം പള്ളിയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഉപവാസ സമരം ഇപ്പോഴും നടക്കുകയാണ്. അനുരഞ്ജന ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു വിഭാഗം വൈദികർ ഇന്ന് രാവിലെ ഈ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുകയും അവർ പ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിറങ്ങിപ്പോകുന്നതുവരെ ഇനി ഈ സമരം തുടരും എന്നാണ് കാതോലിക്ക ബാവ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഉപവാസ സമരം ഇവിടെ നടക്കുന്നുണ്ട്. വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. അതിനുശേഷം ഇന്ന് അല്പം മുമ്പ് ഒരു വിശ്വാസിയുടെ സംസ്കാരവും ഇവിടെ നടന്നു. ആ സംസ്കാരം നടത്തുമ്പോൾ ആ യാക്കോബായ വിഭാഗത്തിന്റെ വിശ്വാസിയാണ് മരിച്ചത്. അവരുടെ മൃതദേഹം പള്ളിക്കുള്ളിൽ കയറ്റാൻ അനുവദിക്കില്ല എന്ന് ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു. അതിനുശേഷം കളക്ടറുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഒത്തുതീർപ്പ് ശ്രമവും നടന്നു. ആ ഒത്തുതീർപ്പ് ശ്രമത്തിന്റെ ഭാഗമായി പള്ളിക്കുള്ളിൽ കയറ്റാതെ തന്നെ സെമിത്തേരിയിൽ
പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്ന് ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കുള്ളിൽ കഴിയുന്നിടത്തോളം കാലം പുറത്ത് കാതോലിക്ക ബാവ ഉപവാസം ഇരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കൂട്ടുപൊളിച്ചാണ് ഓർത്തഡോക്സ് വിഭാഗം അകത്തു കടന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഏതായാലും ഈ രണ്ട് പക്ഷവും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ ഇവിടെ ഇല്ല എങ്കിലും പോലും ഈ ഉപവാസം ഇവിടെ തുടരുന്നത് സംഘർഷത്തിന് ഭാവിയിൽ കാരണമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഞായറാഴ്ച നാളെ കുർബാന നടക്കേണ്ടതാണ്. ഇരുവിഭാഗത്തുമുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ സംഘർഷത്തിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്ത്. ശരി ശ്രീനാഥ്. തിരുവനന്തപുരത്ത് SBI ശാഖ അടിച്ചു തകർത്ത സംഭവത്തിൽ റിമാൻഡിലായ NGO യൂണിയൻ നേതാക്കൾക്ക് സസ്പെൻഷൻ. ഹരിലാൽ, അശോകൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അക്രമത്തിൽ 2 പേർ ഒഴികെ മറ്റാരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദേശീയ പണിമുടക്ക് ദിനത്തിൽ SBI ഓഫീസ് ആക്രമിച്ച NGO യൂണിയൻ നേതാക്കളായ 2 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. അശോകൻ, ഹരിലാൽ എന്നിവർക്കാണ് സസ്പെൻഷൻ. ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൌണ്ടന്റാണ് അശോകൻ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അറ്റൻഡറാണ് ഹരിലാൽ. ഇന്നലെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളുകയും ചെയ്തു. GST വകുപ്പ് ഉദ്യോഗസ്ഥനും NGO യൂണിയൻ ജില്ലാ നേതാവുമായ സുരേഷാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട 8ാമത്തെയാൾ. മറ്റൊരു പ്രതിയായ യൂണിയൻ സംസ്ഥാന നേതാവ് സുരേഷ് ബാബുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്രീവത്സൻ, അനിൽകുമാർ, ബിജുരാജ്, ബിനുകുമാർ, അജയ്കുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികൾ വീടുകളിലോ ഓഫീസിലോ എത്തുന്നില്ലെന്നാണ് പോലീസ് വിശദീകരണം. സംസ്ഥാനത്ത് തന്നെ ഒളിവിൽ തുടരുന്നതായി സൂചനയുണ്ട്. ബാങ്കിന് പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പിലാക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. UP-യിൽ രാഷ്ട്രീയ വിപ്ലവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPയെ വെല്ലുവിളിച്ച് SP-BSP മഹാസഖ്യം. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 വീതം ഇരു പാർട്ടികളും മത്സരിക്കും. സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശത്രുക്കളുടെ സഖ്യമാണ് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നതെന്ന് BJP പരിഹസിച്ചു. BJPയുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഇനിയെന്ന വാക്കുകളോടെ മായാവതിയാണ് സഖ്യപ്രഖ്യാപനം നടത്തിയത്. ലോക്സഭാ चुनाव में एक साथ मिलकर चुनाव लड़ने का हमारा ये गठबंधन फाइनल हो चुका है. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റുകളിൽ വീതമാണ് ഇരു പാർട്ടികളും മത്സരിക്കുക. BSP 38 लोकसभा की सीटों पर और SP 38 लोकसभा की सीटों पर मिलकर ये चुनाव लड़ेगी. സഖ്യത്തിന്റെ ഭാഗമായ അജിത് സിംഗിന്റെ RLDക്ക് 2 സീറ്റുകൾ നൽകി. കോൺഗ്രസിനെ മാറ്റി നിർത്തിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും മഹാസഖ്യം മത്സരിക്കില്ല. अमेठी व रायबरेली ये दोनों लोकसभा की सीटें हमने कांग्रेस पार्टी के साथ बिना कोई गठबंधन किए हुए ही इस पार्टी के लिए छोड़ दिए हैं. പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം വന്നാൽ മായാവതിയെ പിന്തുണയ്ക്കുമെന്ന് മായാവതിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയ അഖിലേഷ് യാദവ് വ്യക്തമാക്കി. कि उत्तर प्रदेश ने हमेशा प्रधानमंत्री दिया है और हमें खुशी होगी कि उत्तर प्रदेश से फिर एक प्रधानमंत्री बने. മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ പക്ഷേ ഇരു നേതാക്കളും തയ്യാറായില്ല. സഖ്യപ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യ വിയോജിപ്പുമായി അജിത് സിംഗ് രംഗത്തെത്തി. 4 സീറ്റുകൾ വേണം എന്നതാണ് അജിത് സിംഗിന്റെ ആവശ്യം. പൊതുവായ ആശയമില്ലാത്തവരാണ് മഹാസഖ്യം ഉണ്ടാക്കുന്നത് എന്ന് മോഡി പറഞ്ഞു. जो जमाने में कांग्रेस के तौर तरीकों को बर्दाश्त नहीं कर पाए वही विरोधी दल आज एकजुट हो रहे हैं. कांग्रेस विरोध में जन्मे हुए दल कांग्रेस के सामने जाकर सरेंडर कर रहे हैं. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബാബറി മസ്ജിദ് തകർത്ത് ഉത്തർപ്രദേശിൽ ജൈത്രയാത്ര നടത്താനിറങ്ങിയ BJPയെ ചെറുത്ത അതേ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയും BSPയും ഇത്തവണയും പയറ്റുന്നത്. അന്ന് മുലായം സിംഗും കാൻഷിറാമുമായിരുന്നു BJPയെ ചേർക്കാൻ കൈകോർത്തതെങ്കിൽ ഇത്തവണ അത് ചെയ്യുന്നത് അഖിലേഷ് യാദവും മായാവതിയുമാണ്. യാദവ് OBC പട്ടിക വിഭാഗങ്ങൾ കൈകോർക്കുമ്പോൾ ബ്രാഹ്മണ ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാമരഥത്തിലേറി വന്ന BJPയെ തളയ്ക്കാൻ 93-ൽ മുലായം സിംഗ് കണ്ട ഏക മാർഗമായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ. മുലായം സിംഗിന്റെ ആ രാഷ്ട്രീയ ബുദ്ധി അന്ന് വിജയിച്ചു. അസാധ്യമാണെന്ന് കരുതിയിരുന്ന യാദവ OBC SC കൂട്ടുകെട്ട് BJPയെ തളച്ചു. പരസ്പരം പോരടിച്ചാൽ സർവനാശമാകും ഫലമെന്ന തിരിച്ചറിവ് അഖിലേഷിനും മായാവതിക്കുമുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പിന്നാലെ നടന്ന ഫൂൽപൂർ, ഗോരഖ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിന്ന് വിജയിച്ചതോടെയാണ് പൊതുതെരഞ്ഞെടുപ്പിലും ഈ സഖ്യം യാഥാർത്ഥ്യമായത്. तो फिर इस बार केंद्र में BJP को सत्ता में आने से जरूर
रोका जा सकता है। 2014 പരസ്പരം പോരടിച്ചപ്പോൾ 43% വോട്ടുകളോടെ ബി.ജെ.പി 71 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 22% വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റുകൾ മാത്രം. 20% വോട്ട് ലഭിച്ചുവെങ്കിലും ബി.എസ്.പിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. മായാവതിയും അഖിലേഷും അജിത് സിംഗിന്റെ ആറളുടെയും കൈകോർക്കുന്നതോടെ 2019 സഖ്യത്തിന് 37 സീറ്റുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 36 സീറ്റുകളിൽ മാത്രം ബി.ജെ.പി ഒതുക്കപ്പെടും. കോൺഗ്രസിന് 7.6% വോട്ടുണ്ട് ഉത്തർപ്രദേശിൽ. സ്വാധീനം ബ്രാഹ്മണർക്കിടയിൽ. ബി.ജെ.പിയുടെയും സ്വാധീന മേഖലയായ ബ്രാഹ്മണ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് മഹാസഖ്യത്തിന് പുറത്തു നിൽക്കുന്നത് സഹായിക്കും. ടി.ജെ. ശ്രീലാൽ, പൊളിറ്റിക്കൽ ഡെസ്ക്. രാഹുൽ ഗാന്ധിയെയും മഹാസഖ്യത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ നുണകൾ കൊണ്ട് കാവൽക്കാരന്റെ ജോലി തടസ്സപ്പെടുത്താൻ കഴിയില്ല. രാജ്യത്ത് അഴിമതി സർക്കാർ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷത്തെ സഖ്യങ്ങൾ. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം വൈകിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ ഇടപെടൽ ജനങ്ങൾ മറക്കരുതെന്നും ബി.ജെ.പി ദേശീയ കൌൺസിലിൽ മോദി പറഞ്ഞു. ദേശീയ കൌൺസിലിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ അയോധ്യ ശബരിമല വിഷയങ്ങളെപ്പറ്റി പരാമർശമില്ല. ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആഹ്വാനം നൽകിയാണ് ബി.ജെ.പി ദേശീയ കൌൺസിൽ ഡൽഹിയിൽ സമാപിച്ചത്. യുവാക്കൾ, കർഷകർ എന്നിവർക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെപ്പറ്റിയും അഴിമതി നിർമ്മാർജ്ജനത്തെപ്പറ്റിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. സാമ്പത്തിക സംവരണം രാജ്യത്ത് തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കും. സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന കോൺഗ്രസ് നുണകൾ കൊണ്ട് കാവൽക്കാരന്റെ ജോലി മുടക്കാൻ നോക്കണ്ട. चौकीदार रुकने वाला नहीं, चौकीदार रुकने वाला नहीं है. अभी तो ये शुरुआत हुई है. चोर चाहे देश में हो या फिर विदेश में, ये चौकीदार एक को भी छोड़ने वाला नहीं. കോൺഗ്രസ് അമിത്ഷായെ ജയിലിൽ അടച്ചപ്പോഴും തന്നെ വേട്ടയാടിയപ്പോഴും സിബിഐയുടെ വിശ്വാസ്യതയെ ബി.ജെ.പി ചോദ്യം ചെയ്തിട്ടില്ല. ये सरकार उसका एकमात्र एजेंडा था किसी भी प्रकार से मोदी को फंसाओ, और अमित भाई को तो उन्होंने जेल में डाल भी दिया था. അഴിമതിയുടെ കുടം തുറക്കുമെന്ന ഭയത്താൽ കോൺഗ്രസ് എല്ലാ ഏജൻസികളെയും ചോദ്യം ചെയ്യുന്നു. റഫാൽ ഇടപാട് രാജ്യത്തിനു വേണ്ടിയാണെന്ന് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും അറിയാം. അയോധ്യ കേസ് വൈകിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും മോഡി. कांग्रेस नहीं चाहती कि अयोध्या विषय का हल आए. इसके लिए भी तो उसके वकील सुप्रीम कोर्ट गए थे. മോഡിയുടെയും അമിത്ഷായുടെയും പ്രസംഗത്തിൽ പരാമർശിച്ചെങ്കിലും അയോധ്യ വിഷയം രാഷ്ട്രീയ പ്രമേയത്തിലില്ല. ശബരിമലയെപ്പറ്റി ദേശീയ കൌൺസിലിൽ ആകെയുണ്ടായ പരസ്യ പരാമർശം സമരത്തിനിടെ മരിച്ചതായി പറയപ്പെടുന്ന 4 പേരുടെ പേരുൾക്കൊള്ളിച്ച അനുശോചന പ്രമേയം മാത്രമായിരുന്നു. വീണ്ടും മോഡി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാഹളമുയർത്തിക്കഴിഞ്ഞു. ഹിന്ദുത്വ അജണ്ടയും സർക്കാരിന്റെ വികസന പദ്ധതികളും ഒരുപോലെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാകും പാർട്ടി വോട്ട് തേടുക. ബി.ജെ.പി ദേശീയ കൌൺസിൽ വേദിയിൽ നിന്നും ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം എം. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. മുന്നോക്ക സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം നൽകാനുള്ള ഭരണഘടനാ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതി കൂടി ഒപ്പിട്ടതോടെ പ്രാബല്യത്തിലായി. ഭേദഗതി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എം. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, 10% സാമ്പത്തിക സംവരണം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഭരണഘടനയുടെ 103ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 7-ാം തീയതിയാണ് കേന്ദ്രമന്ത്രിസഭ ഈ ഭേദഗതി കൊണ്ടുവരുന്നതിന് തീരുമാനിച്ചിരുന്നത്. തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ബിൽ കൊണ്ടുവരികയും ചെയ്തു. രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ബിൽ പാസ്സായിരുന്നത്. തുടർന്നാണ് ബിൽ അംഗീകാരത്തിനായി രാഷ്ട്രപതിക്ക് നൽകിയിരുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉന്നത ജാതിക്കാർക്കടക്കം സംവരണത്തിന് ഭരണഘടനാപരമായ അവകാശം ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നടപ്പാക്കുന്നതിനുള്ള നടപടികളാണ് വേണ്ടത്. കേന്ദ്ര സർക്കാരിന് 2 തരത്തിൽ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഒന്ന്, ഒരു ഉത്തരവ് കൊണ്ടുവന്ന് കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകാരം നൽകുന്നു, അങ്ങനെ നടപ്പാക്കാം. അതല്ല എങ്കിൽ ഇനി ഒരു നിയമം കൊണ്ടുവരണം. നിയമം പാസ്സാക്കേണ്ടത് ഇനി ചേരാൻ പോകുന്ന ബജറ്റ് സമ്മേളനത്തിൽ ആണ്. അങ്ങനെയാണ് നടപടിയെങ്കിൽ മിക്കവാറും കേന്ദ്ര സർക്കാർ ഇത് വേഗത്തിൽ നടപ്പാക്കാനായി ഒരു ഉത്തരവ് കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. 8 ലക്ഷം രൂപ വരുമാനം എന്നതും ഒപ്പം എത്ര ശതമാനം വരെ സംവരണം നിശ്ചയിക്കണമെന്ന കാര്യങ്ങളുമൊക്കെ ആ ഉത്തരവിൽ വ്യക്തമാക്കാനുള്ള സാധ്യതയാണുള്ളത്. സംസ്ഥാനങ്ങൾക്കും ഈ സംവരണത്തിന്റെ പരിധി കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തിക മാനദണ്ഡങ്ങൾ കുറച്ചുകൊണ്ടുമൊക്കെ തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളുമുണ്ടാകും. ഏതായാലും സുപ്രീം കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനകം തന്നെ ഈ തീരുമാനത്തിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട് യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടന. കൂടുതൽ സംഘടനകൾ കൂടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോടതി വിധിക്ക് അനുസൃതമായിട്ടായിരിക്കും തുടർ നടപടികൾ. രഞ്ജിത്ത്. ശരി ഉണ്ണി. ശരണവഴി.
മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് തുടങ്ങി. വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തിനിർഭരമായ സ്വീകരണം ലഭിച്ചു. പതിവിലും കനത്ത സുരക്ഷയാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജപ്രതിനിധി രാഘവ് വർമ്മയുടെ നേതൃത്വത്തിൽ 22 പേരടങ്ങുന്ന സംഘമാണ് തിരുവാഭരണ പേടകങ്ങളുമായി ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചത്. ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. കുളനട ക്ഷേത്രത്തിൽ തിരുവാഭരണം പേടകം തുറന്ന് ദർശനത്തിന് വെച്ചു. രാത്രി അയിരൂർ പുതിയ കാവിലെത്തുന്ന സംഘം വിശ്രമത്തിന് ശേഷം നാളെ പുലർച്ചെ യാത്ര പുനരാരംഭിക്കും. ഇടക്കുളം, വടശ്ശേരിക്കര, പെരുന്നാട് ക്ഷേത്രങ്ങളിൽ സ്വീകരണമുണ്ട്. ലാഹയിലാണ് നാളത്തെ സമാപനം. മകരസംക്രമ ദിനമായ 14-ന് അട്ടത്തോട് വഴി കരിമല കയറിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികളും ഭക്തരും ചേർന്ന് ശരംകുത്തിയിൽ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പരമ്പരാഗത പാതകൾ പിന്നിട്ട് പ്രയാണം തുടരുകയാണ്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മകരജ്യോതി ദർശനത്തിനായി 2 നാൾ ശേഷിക്കെ പ്രധാന വ്യൂ പോയിന്റുകളിൽ തീർത്ഥാടകർ എത്തി തുടങ്ങി. മുഖ്യകേന്ദ്രമായ പാണ്ടിത്താവളത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അടക്കമുള്ളവർ ജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. പാണ്ടിത്താവളത്തിൽ നിന്ന് ജോയി നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനും 2 നാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പാണ്ടിത്താവളത്തിലാണ്. പാണ്ടിത്താവളത്തിൽ ഇപ്പോൾ നിരവധി അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ പാണ്ടിത്താവളം വിരിവെക്കുന്നതിനും അതുപോലെ തന്നെ പർണശാലകൾ നിർമ്മിക്കുന്നതിനുമുള്ള ഇടമാണ്. കഴിഞ്ഞ സീസണിലെല്ലാം നിരവധി പർണശാലകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന പർണശാലകൾ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞത് തന്നെയാണ് ഈ പർണശാലകളുടെ എണ്ണത്തിനും കുറവ് വന്നിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് കർണാടകം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് ഇവിടെ അവർ വിരിവെച്ച് വിശ്രമിക്കുകയാണ്. ചിലർ പർണശാലയ്ക്കുള്ളിലും വിശ്രമിക്കുന്നുണ്ട്. ആഹാരമടക്കമുള്ളവ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ സന്നിധാനത്തെത്തി ദർശനം നടത്തും. തുടർന്നും നാളെയും ഇവിടെ തന്നെയാണ് വിശ്രമിക്കുന്നത്. മറ്റന്നാളാണ് മകരജ്യോതി ദൃശ്യമാകുന്നത്. അത് ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് മകരജ്യോതി വ്യക്തമായി ദൃശ്യമാകും. ഈ പാണ്ടിത്താവളവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി പരിശോധനകൾ നടത്തിയിരുന്നു. ഇവിടെ ചില പോരായ്മകൾ ഉള്ളതായി മേൽനോട്ട സമിതി കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. നാളെ ഉച്ചയോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് വനം വകുപ്പും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മകരജ്യോതിയും മകര വിളക്കും ദർശിക്കുന്നതിനുള്ള വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകർ. പക്ഷേ കഴിഞ്ഞ സീസണിൽ നിന്നും തീരെ കുറവാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തരുടെ എണ്ണം. ജോയി നായർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശബരിമലയിലെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി നിരീക്ഷക സമിതി വ്യൂ പോയിന്റുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർദ്ദേശം നൽകിയെന്നും മേൽനോട്ട സമിതി വ്യക്തമാക്കി. മകരവിളക്കിനോട് അടുക്കുമ്പോൾ സന്നിധാനത്ത് തിരക്ക് കൂടുകയാണ്. ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിവരാം. ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളെ കാണും. തത്സമയം ഡിപ്പാർട്ട്മെന്റാണ്. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടു, ഞങ്ങളുടെ ഒരു ബസ് ഒരു കാറുമായിട്ട് ഇടിച്ച് 6 പേര് മരിച്ചു. അപ്പോൾ ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വളരെയധികം വിശ്വസിക്കേണ്ട ഒരു വകുപ്പാണ് KSRTC. വർഷങ്ങളായി മുറ തെറ്റിക്കാതെ ആഴിപൂജ ഇവിടെ നടത്തുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടുന്നൊരു ജാഥ, ഒരു പ്രൊസഷൻ പോലെ എടുത്ത് വണ്ടികളൊക്കെ അലങ്കരിച്ച് കലാരൂപങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് ഇവിടുന്നൊരു ഘോഷയാത്ര പോലെ ത്രിവേണി ജംഗ്ഷനിൽ പോയി തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അതിന് ചില പിരിവൊക്കെ നടത്തുമ്പോൾ അത് വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ ലളിതമായിട്ട് നടത്തുകയാണ്. 1.5 മണിക്കൂർ നേരം ആഴിപൂജ ഇപ്പം നടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഞങ്ങൾക്ക് KSRTCക്ക് ഒരു അത്ഭുതം എന്നതുപോലെ സ്വാമി അയ്യപ്പൻ തന്നൊരു അനുഗ്രഹമാണ് ഇത്തവണത്തെ ശബരിമല സീസൺ. ഞങ്ങൾക്ക് അതിനകത്ത് പൂർണ്ണമായും മോണോപോളി കിട്ടി. എൻ്റെ സാധാരണ ഒരു കാൽക്കുലേഷൻ വെച്ച് 38 കോടി രൂപയുടെ വരുമാനം ഇതിനൊക്കെ ഉണ്ടായി, കളക്ഷൻ. കഴിഞ്ഞ വർഷം ഇതിലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതത്തിന് ഒരു നന്ദി പ്രകടനം കൂടിയാണ് ഈ ആഴിപൂജ. വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കുത്തക ആയിട്ടുള്ള അവകാശം കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ കൂടിയുള്ള ഒരു സാർത്ഥകത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ആഴിപൂജ നടത്തിയത്. അല്ലല്ല, പണിമുടക്കൊന്നും നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഗഡു ആവശ്യപ്പെട്ടിരുന്നത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവരോട് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകും. ഈ KSRTC വലിയൊരു തൊഴിലാളി ബന്ധമായിട്ടുള്ളൊരു
വകുപ്പാണ്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മകരവിളക്കോടനുബന്ധിച്ചുള്ള ശബരിമലയിലെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി നിരീക്ഷക സമിതി രംഗത്തെത്തി. നിലവിലെ തിരക്കനുസരിച്ച് സന്നിധാനത്തെ ക്രമീകരണങ്ങൾ തൃപ്തികരമെന്നാണ് മേൽനോട്ട സമിതിയുടെ വിലയിരുത്തൽ. അതേസമയം തിരക്ക് കൂടുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. മകരജ്യോതി കാണുന്നതിനുള്ള വ്യൂ പോയിന്റുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് പി ആർ രാമൻ പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈക്കോടതിയിലെല്ലാം ഞങ്ങൾ നിരീക്ഷിച്ചതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മകരവിളക്ക് ദിവസങ്ങളിലെ മുൻ വർഷങ്ങളിലെ തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ തിരക്കേറുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇതാദ്യമായാണ് മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് ആൾ കുറഞ്ഞു കാണുന്നതെന്ന് ഭക്തർ പറഞ്ഞു. അത്ര റഷ് കുറച്ചോ കൂടെ സ്ഥലമൊന്നും ഫ്രീ ഒന്നും കാഞ്ചപ്പെട്ടില്ല. അവിടെ കുളിക്കപ്പോ 2 മണിയാവും. ഇപ്പോ ഞാൻ ഒരേ ആള് ഫുള്ള് ടോയ്ലറ്റിൽ ഞാൻ ഒരേ ആള്, വേറെ ആള് സ്വാമിക്കാരെ ഇല്ല അവിടെ. മകരവിളക്കിനോടനുബന്ധിച്ച ശുദ്ധിക്രിയകൾക്ക് രാത്രിയോടെ സോപാനത്ത് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. നിരന്തരം ഭീഷണി കുറിപ്പ് ലഭിച്ചതിനാലാണ് സുരക്ഷയ്ക്കായി പന്തളം കൊട്ടാരം ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് കൊട്ടാര പ്രതിനിധി PG ശശികുമാരവർമ്മ. തിരുവാഭരണങ്ങൾ പോയതുപോലെ തിരിച്ചുവരില്ല എന്ന് എഴുതിയവരായിരുന്നു കുറിപ്പുകൾ. സുരക്ഷ ശക്തമാണെങ്കിൽ ഭക്തരുടെ ആശങ്ക ഒഴിവാകും. അതിനാലാണ് സുരക്ഷയ്ക്കായി കൊട്ടാരം ഹൈക്കോടതിയെ സമീപിച്ചത്. പന്തളം കൊട്ടാര പ്രതിനിധികൾക്ക് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവാഭരണം തട്ടിക്കൊണ്ടുപോകുമെന്നും രാജപ്രതിനിധിയെ കയ്യും കാലും വെട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പുതിയ പുതിയ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭീഷണികൾ വരുന്നതുകൊണ്ടാണ് പോലീസിൻ്റെ സെക്യൂരിറ്റി കുറേ കൂടെ കൂട്ടേണ്ടി വന്നത്. അത് പിന്നെ ഭക്തജനങ്ങളുടെ യാത്രയ്ക്കും തീർത്ഥാടനത്തിനും സഹായകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യുവതി പ്രവേശമായിരുന്നില്ല, യുവതികളെ കൊണ്ടുവരലായിരുന്നു. ആരും അങ്ങനെ പോയിട്ടില്ല. അയ്യപ്പ ഭക്തരും അവിടെ സ്വമേധയാ പോയിട്ടില്ല. ആളുകളെ കൊണ്ടുപോവുകയായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? സുപ്രീം കോടതിക്ക് എൻ്റെ പേരും പറഞ്ഞ് ഈ ആചാരങ്ങൾ എത്രമാത്രം തകർക്കാമോ അതിനുള്ള ശ്രമം നടത്തുകയാണ്. അതൊരു കൊച്ചു കാര്യമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്നും KPCC എടുത്ത നിലപാടാണ് ശരിയെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. കോൺഗ്രസാണ് വിശ്വാസികൾക്കൊപ്പം നിന്ന് അക്രമത്തെ എതിർത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. KPCC യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകം, കേരളത്തിലെ KPCC ഏറ്റവും സൗമ്യമായ, ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചു. ഞാൻ KPCCയെ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPCC പറഞ്ഞു, ഞങ്ങൾ ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല പ്രശ്നത്തിൽ മാത്രമല്ല, മറ്റെല്ലാ മതവിശ്വാസികളുടെ കാര്യത്തിലും ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെതിരെ കൊച്ചിയിൽ ആർത്തവ റാലി നടന്നു. മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് TB മിനി, അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റാലി. ശബരിമലയിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ആർത്തവൈദ്യത്തിനെതിരെ റാലി നടന്നത്. തൊട്ട് കൂടാമെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു റാലി. ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ളൊരു അറിവും അല്ലെങ്കിൽ അതിന് അവയർനെസ് ക്രിയേഷനും ഒക്കെ തന്നെ സമൂഹത്തിന്റെ പലവിധ മേഖലകളിൽ നടക്കേണ്ടതുണ്ട്. അതൊരു മാനസിക അവസ്ഥയാണെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് ഈ ഒരു പരിപാടി കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആർത്തവം, വിശ്വാസം, ഭരണഘടന എന്ന വിഷയത്തിൽ സെമിനാറും വിവിധ കലാപരിപാടികളും നടന്നു. നാളെ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. ഇടവേള. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നവോത്ഥാന ചരിത്രത്തിലെ മുഖ്യമന്ത്രി വക്രീകരിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. സാമുദായിക പ്രീണനം നടത്തുന്ന മുഖ്യമന്ത്രിയെ തുറന്നു കാട്ടണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. UDFന്റെ ഏകദിന ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ശബരിമലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണെന്നും BJPയും CPMും കേരളത്തെ ഭ്രാന്താലയമാക്കുകയാണെന്നും ആരോപിച്ചാണ് UDFന്റെ ഏകദിന ഉപവാസം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഏകദിന ഉപവാസത്തിൽ പങ്കെടുത്തു.
ഹിന്ദു സംഘടനകൾ മാത്രമാണ് നവോത്ഥാനത്തിന്റെ ഭാഗമെന്നത് സർക്കാരിന്റെ തെറ്റിദ്ധാരണയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനത്തെ വിഭജിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും ചെന്നിത്തല. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ മഹത്തായ പാരമ്പര്യത്തെ തകർക്കാൻ ഇന്ന് ഗവൺമെന്റും RSSും BJPയും CPMും ഒരുമിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ കാണണം. എല്ലാ പ്രകോപനങ്ങൾക്കും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമവാക്യത്തിന്റെ കട്ട് ആ വിഭാഗത്തെ തട്ടിമാറ്റിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. കരകടഞ്ഞ ആശയമുള്ള പ്രസ്ഥാനമായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനമെന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ തത്വങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബഹുമാന്യനായ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 23-ന് UDFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റും ജില്ലാ കളക്ടറേറ്റുകളും ഉപരോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെയും നൂലിൽ കെട്ടിയിറക്കില്ലെന്ന് AK ആന്റണി. എല്ലാ ഘടകങ്ങളിലും ചർച്ച നടത്തിയ ശേഷമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൂ. തെരഞ്ഞെടുപ്പ് വരെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്ത് 2-3 നേതാക്കൾ ഇരുന്നായിരിക്കില്ല തീരുമാനിക്കുന്നത്. കീഴ്ഘടകങ്ങളിലും ചർച്ച നടത്തും. വിജയസാധ്യതയുള്ളവരെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കൂ എന്നും AK ആന്റണി പറഞ്ഞു. ഈ RSSനെയും മോഡിയെയും പരാജയപ്പെടുത്തി സാധിക്കും. അതിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നിങ്ങളുടെ പങ്ക് വഹിക്കണം. കുറച്ചുകൂടെ ഉണരണം, കുറച്ചുകൂടെ താഴോട്ട് പോകണം, ഏറ്റവും അടിവേരിലേക്ക് പോകണം. സമൂഹ മാധ്യമങ്ങളിലെ യൂത്ത് കോൺഗ്രസുകാരുടെ ഇടപെടലുകളെക്കുറിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും പറയാനുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചെളിവാരിയെറിയുന്നത് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സോഷ്യൽ മീഡിയയിലൂടെയുള്ള കോൺഗ്രസുകാർ തമ്മിലുള്ള ആ പ്രചരണ പരിപാടി ഒന്ന് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയ കുഴപ്പമില്ല. പരസ്പരം പഴിചാരാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് സംഘടനയെ ദുർബലപ്പെടുത്തുമെന്നും ഇത് തുടർന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആരെങ്കിലും സോഷ്യൽ മീഡിയ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഗൗരവത്തോടെ തന്നെ പാർട്ടിക്ക് കാണേണ്ടി വരുമെന്ന കാര്യമാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കൈവശം പറയട്ടെ. എല്ലാവരോടും തെരഞ്ഞെടുപ്പ് നേരിടാനായി ഒരുങ്ങാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിൽ നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് K. മുരളീധരൻ. പത്മകുമാറിന് CPMൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് UDFന്റെ ഏകദിന ഉപവാസത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനം ഇപ്പൊ തന്നെ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ. ഇനി ഏതായാലും പാർട്ടിയിൽ ഇനി വേറൊന്നും നോക്കണ്ട. അദ്ദേഹത്തിന് ഈ ഭാവി രാഷ്ട്രീയമൊക്കെ ഒന്ന് ഇപ്പൊ ആലോചിക്കുന്നത് നല്ലതാണ്. ജനാധിപത്യ മതേതര സംവിധാനത്തിന്റെ കൂടെയൊക്കെ അദ്ദേഹം നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളൊക്കെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് കൂടെ പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാം. മുന്നോക്കക്കാരിലെ പരമദരിദ്രരുടെ കാര്യം പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇപ്പോഴത്തെ സംവരണം കൊണ്ട് മുന്നോക്കക്കാരിലെ മേൽത്തട്ടിനാണ് ഗുണം. ആദായ നികുതി നൽകുന്നവർക്ക് എന്തിനാണ് സംവരണമെന്നും പിണറായി ചോദിച്ചു. സംവരണത്തിന്റെ കാര്യം ഇപ്പോൾ കൊണ്ടുവന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്നും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു. പാവപ്പെട്ടവർക്കാണ് സംവരണം വേണ്ടത്. ആ പാവപ്പെട്ടവർക്ക് സംവരണത്തിന് പകരം അതിന്റെ മേൽത്തട്ടുകാർക്ക് കൂടി സംവരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം മുഴുവൻ അനുഭവിക്കുക മേൽത്തട്ടുകാരായിരിക്കും. ഈ താഴെത്തട്ടിലുള്ള സംവരണത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ഒരാനുകൂല്യവും ലഭിക്കാത്തവരായി ആ പാവപ്പെട്ടവർ മാറും. കേരള തീരത്ത് ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിന്റെ തലേദിവസം VSSCയിലെ ഡോപ്ലർ റഡാർ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് സ്ഥിരീകരണം. പാർലമെന്റിൽ ശശി തരൂർ MP രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 10 മണിക്കൂർ സമയം റഡാർ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് സ്ഥിരീകരണം. ഓഖി ചുഴലിക്കാറ്റുണ്ടാകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര ഏജൻസികൾക്ക് വീഴ്ച പറ്റിയെന്ന സംസ്ഥാന സർക്കാരിന്റെ വിമർശനം സാധൂകരിക്കുന്നതാണ് ഈ മറുപടി. ലോക്സഭയിൽ ശശി തരൂർ MPക്ക് ലഭിച്ച രേഖാമൂലമുള്ള മറുപടിയിൽ റഡാർ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് സ്ഥിരീകരിക്കുന്നു. 2017 നവംബർ 29 അർദ്ധരാത്രി മുതൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഡോപ്ലർ റഡാർ പ്രവർത്തിച്ചിരുന്നില്ല. അറ്റകുറ്റപ്പണികൾക്കായി 10 മണിക്കൂർ നേരം റഡാർ പ്രവർത്തിപ്പിച്ചിരുന്നില്ലെന്നാണ് മറുപടിയിലുള്ളത്.
തൊട്ടടുത്ത ദിവസം ഓക്കി ചുഴലിക്കാറ്റ് കേരള തീരത്ത് ആഞ്ഞടിച്ചു. കേന്ദ്ര സർക്കാർ നേരത്തെ ഇക്കാര്യം മറച്ചുവെച്ചെന്ന് ശശി തരൂർ എം പി. ഒരു വർഷം മുമ്പ് വലിയൊരു രാഷ്ട്രീയ വിവാദമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പറയാതിരുന്നത്. പക്ഷെ അത് ശരിയല്ല. ISROയുടെ റഡാർ സംവിധാനത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഓഫീസ് സമയത്ത് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്ന് നിയമസഭാ പരിസ്ഥിതി സമിതിയും നേരത്തെ വിമർശിച്ചിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓക്കി ചുഴലിക്കാറ്റുണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിച്ചില്ലെന്ന് പാർലമെന്ററി സമിതിയും കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജയിൽ മോചിതരായ 209 പേരുടെ പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനം. പരോൾ കാലാവധി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ മോചിതരായ മുഴുവൻ പേരെയും 10 വർഷത്തെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ 2013 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പരോൾ കാലാവധി ശിക്ഷാ ഇളവിനായി പരിഗണിക്കാനാവില്ല. 209 പേരെ മോചിപ്പിച്ചത് 2011-ലായതിനാൽ 2013 സുപ്രീം കോടതി ഉത്തരവ് റദ്ദാക്കപ്പെട്ട പട്ടികയിലുള്ളവരെ ബാധിക്കില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. അതിനാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ അന്തിമ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ നടപടി. പരോൾ കാലാവധി ഒഴിവാക്കി 10 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് 2011 ജയിൽ വകുപ്പ് സർക്കാരിന് കൈമാറിയത്. എന്നാൽ പരോൾ കൂടി ശിക്ഷാ കാലാവധിയായി പരിഗണിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 209 പേരെ ഉൾപ്പെടുത്തി രണ്ടാമതും പട്ടിക നൽകുകയായിരുന്നു. കുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക പോലുള്ള കേസുകളിലെ പ്രതികൾ ശിക്ഷാ ഇളവിന് അർഹരല്ല. ഇത്തരക്കാർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നതിലും പരിശോധന ആവശ്യമാണ്. തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 111 പേർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തടവുകാർ വിട്ടയക്കപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. ഒരു വനിത ഉൾപ്പെടെ 39 പേരാണ് കണ്ണൂർ ജയിലിൽ നിന്ന് മോചിതരായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ടെൻഡർ ഒഴിവാക്കി സംസ്ഥാനത്ത് ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ വാങ്ങാനുള്ള തീരുമാനം വിവാദത്തിലേക്ക്. മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയില്ലാതെ ഇടപാടിന് അംഗീകാരം നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. 1,10,00,000 രൂപയ്ക്കാണ് കാറുകൾ വാങ്ങുന്നത്. പ്രളയ പുനർനിർമ്മാണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ടെൻഡർ ഒഴിവാക്കി 1,10,00,000 രൂപയ്ക്ക് ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ വാങ്ങുന്നത്. സംസ്ഥാനത്ത് 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ ഉണ്ടെന്നിരിക്കെയാണ് പുതുതായി 2 കൂടി വാങ്ങുന്നത്. മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ പോലീസ് ആസ്ഥാനം നടത്തുന്ന ഇടപാടിന് സാധൂകരണം നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കൊൽക്കത്ത ആസ്ഥാനമായ ഹിന്ദുസ്ഥാൻ മോട്ടോർ കോർപ്പറേഷനിൽ നിന്നാണ് കാറുകൾ വാങ്ങുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിന് മുൻപ് തന്നെ 30% തുക കമ്പനിക്ക് കൈമാറി. ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ കുറവായതിനാലാണ് ടെൻഡർ ഒഴിവാക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. കൊല്ലം ജില്ലയിൽ 2 വാഹനാപകടങ്ങളിലായി 8 മരണം. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 3 സ്ത്രീകളും 2 കുട്ടികളുമടക്കം 6 പേർ മരിച്ചു. MC റോഡിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊട്ടാരക്കര മരുതമണ്ണിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. MC റോഡിൽ ആയൂർ അകമണ്ണിന് സമീപം ഉച്ചയ്ക്ക് 1:45 KSRTC ബസും കാറും കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 3 സ്ത്രീകളും 2 കുട്ടികളും ഡ്രൈവറും അപകടത്തിൽ മരിച്ചു. വടശ്ശേരിക്കര സ്വദേശികളായ സ്മിത, മിനി, അഞ്ജന, കുട്ടികളായ ഹർഷ, അഭിനവ് എന്നിവരും കാർ ഡ്രൈവർ അരുണുമാണ് മരിച്ചത്. ചെങ്ങന്നൂർ, ആല, വടശ്ശേരിക്കര, തലച്ചിറ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരെല്ലാവരും ബന്ധുക്കളാണ്. കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയതാകാം അപകട കാരണം എന്നാണ് പോലീസിന്റെ നിഗമനം. ഫാസ്റ്റ് വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി ഏകദേശം ഒരു 50 മീറ്ററോളം ഇടിച്ച് നിരക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇവർ ഉറങ്ങിപ്പോകാനേ വഴിയുള്ളൂ. റോങ് സൈഡിലായി ഓൾട്ടോ കാർ വന്നുകൊണ്ട് ഇടിച്ചത്. കൊട്ടാരക്കര മരുതമണ്ണിൽ രാത്രി ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. വെളിനെല്ലൂർ സ്വദേശികളായ അല്ലമീൻ, ശ്രീകുട്ടൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. നിപ രോഗബാധയുണ്ടായപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ജീവിക്കാനുള്ള സമരത്തിൽ. സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയതോടെ 42 പേർക്കാണ് ജോലി നഷ്ടമായത്. സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. നിപ രോഗബാധയിൽ നാടാകെ വിറങ്ങലിച്ച സമയത്ത് ഡോക്ടർമാരടക്കമുള്ള സ്ഥിരം ജീവനക്കാരിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്ത സമയത്താണ് 42 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള ദൌത്യത്തിലേർപ്പെട്ട ഇവരെ സമൂഹം വാനോളം പുകഴ്ത്തി. അന്ന് മാലാഖമാരെന്ന് വിളിച്ച സർക്കാരും പറഞ്ഞതെല്ലാം സൗകര്യപൂർവ്വം മറന്നപ്പോൾ ജീവിക്കാനായുള്ള സമരപാതയിലാണ് ഇവർ ഇന്ന്. അന്നിപ്പോ ഈ ജോലി സ്ഥിരപ്പെടുന്നു വിചാരിച്ചിട്ടൊന്നും വന്നവരല്ല ആരും. ഇങ്ങനെ ആവുന്നു വിചാരിച്ച പിന്നെ ഈ ഒരു വാഗ്ദാനങ്ങൾ കേട്ടപ്പോ മനസ്സിലൊരു പ്രതീക്ഷ വന്നു. നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവരെ ഡിസംബർ 31 പിരിച്ചുവിട്ടു. താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ജോലി തുടരാമെന്ന പ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു. ഇത്രയും കാഠിന്യം കൂടിയ സമയത്ത് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്നും സ്ഥിരം നിയമനത്തിന് ചില നിയമതടസ്സങ്ങളാണുള്ളതെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു.
അവരെ എങ്ങനെയാന്ന് വെച്ചാൽ താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിപ്പ കാലത്ത് ഒരു നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ ഇറങ്ങിയവരാണിവർ. നിപ്പയെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ നൽകിയ സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നത് നീതീകരിക്കാനാവില്ല. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി അതീവ തിടുക്കത്തിലാണ് വർമ്മയെ മാറ്റിയതെന്നും ജസ്റ്റിസ് പട്നായിക് പറഞ്ഞു. ഇതിനിടെ രാകേഷ് അസ്താനയ്ക്കെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി CVC KV ചൌധരി അലോക് വർമ്മയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ തിടുക്കത്തിൽ പുറത്താക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ കൂടുതൽ സംശയത്തിലാക്കിയാണ് പുതിയ വെളിപ്പെടുത്തൽ. വർമ്മയ്ക്കെതിരായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് മുൻ ജഡ്ജി AK പട്നായിക്കിനെയായിരുന്നു. അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പട്നായിക് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. രാകേഷ് അസ്താന നൽകിയ പരാതി മാത്രമാണുള്ളത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ താൻ കണ്ടെത്തിയതല്ല. CVC പറയുന്നത് അന്തിമ വാക്കല്ല. CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർമ്മയ്ക്കെതിരെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി തീരുമാനമെടുത്തത് അതീവ തിടുക്കത്തിലാണ്. സെലക്ഷൻ കമ്മിറ്റി സ്വന്തം നിലയിൽ തീരുമാനമെടുക്കണമായിരുന്നുവെന്നും പട്നായിക് അഭിപ്രായപ്പെട്ടു. ഇതോടെ റഫാലിൽ അന്വേഷണം ഭയന്ന് കേന്ദ്ര സർക്കാർ വർമ്മയെ ഇരയാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. നീരവ് മോഡിയെയും വിജയ് മല്യയെയും സഹായിക്കാൻ ശ്രമിച്ചുവെന്നതടക്കം 6 ആരോപണങ്ങളിലാണ് അന്വേഷണം. സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകളുമായി അലോക് വർമ്മ ഉടൻ രംഗത്തെത്തിയേക്കുമെന്നാണ് സൂചന. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന 3 ഏറ്റുമുട്ടലുകൾ വ്യാജമെന്ന് റിപ്പോർട്ട്. സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയ സമിതിയുടേതാണ് കണ്ടെത്തൽ. ഈ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ട 10 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് HS ബേദി സമിതി ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന ഭരണത്തിൽ ഉള്ളവരോ രാഷ്ട്രീയക്കാരോ ഏറ്റുമുട്ടലിൽ ഇടപെട്ടതിന് തെളിവില്ലെന്നും ബേദി സമിതി ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന 2002-2006 കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന 20 ഏറ്റുമുട്ടൽ കേസുകളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് HS ബേദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് ഏറ്റുമുട്ടലുകളെന്ന് മുൻ IPS ഉദ്യോഗസ്ഥൻ RB ശ്രീകുമാർ ആരോപിച്ചിരുന്നു. ജസ്റ്റിസ് HS ബേദി സമിതി ഈ വാദം തള്ളി. ഹിന്ദുക്കളും ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റുമുട്ടലുകൾ സംസ്ഥാന ഭരണത്തിലുള്ളവരുടെയും രാഷ്ട്രീയക്കാരുടെയും അറിവോടെ ആയിരുന്നുവെന്ന ആരോപണവും സമിതി അംഗീകരിച്ചില്ല. ചില കേസുകളിലെ അന്വേഷണത്തിൽ ഇടപെടാൻ ശ്രമം നടന്നു. 10 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസ് ബേദി സമിതി ശുപാർശയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ്, ഇഷ്റത് ജഹാൻ ഏറ്റുമുട്ടൽ കേസുകളിലടക്കം അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായിരുന്ന BG വർഗീസ്, കവി ജാവേദ് അക്തർ എന്നിവർ നൽകിയ ഹർജിയിലാണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ കോടതി അനുമതി നൽകിയത്. ഹർജിക്കാരുടെ മറുപടി ലഭിച്ച ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18, ഡൽഹി. മഹാത്മാഗാന്ധി അനുസ്മരിച്ച് പാലക്കാട് ശബരി ആശ്രമത്തിൽ നടക്കുന്ന രക്തസാക്ഷ്യം പരിപാടി ശ്രദ്ധേയമാകുന്നു. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികവും രക്തസാക്ഷ്യത്തിന്റെ 70ാം വാർഷികവും ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി 1925, 27, 34 വർഷങ്ങളിൽ സന്ദർശിച്ച അകത്തേത്തറ ശബരി ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് രക്തസാക്ഷ്യം എന്ന പരിപാടി നടക്കുന്നത്. രക്തസാക്ഷ്യത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ട്. ഏറ്റവും വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പഠന കേന്ദ്രമായി മാറ്റിയെടുക്കാനുമുള്ളതിന്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ കൂടെയാണ് ഈ രക്തസാക്ഷ്യം 2019 ഇവിടെ അരങ്ങേറുന്നത്. ഗാന്ധിജിയുടെ ജീവിതം വ്യക്തമാക്കുന്ന പ്രദർശനവും നെയ്ത്തുൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ രീതികൾ പരിചയപ്പെടുത്തുന്ന പൈതൃക ഗ്രാമം മാതൃകയുമെല്ലാം ശ്രദ്ധേയമാണ്. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ജനുവരി 15 സമാപിക്കും. ഗാന്ധി തൻ കരൾ തുളച്ചുഗ്ര സൂക്ഷ്മമായി മുഴങ്ങവെ തിരിഞ്ഞു ഞെട്ടി തന്റെ നിത്യശത്രുക്കൾ കണ്ടു തരിച്ചു ക്ഷണം. പിന്നെ ബുദ്ധനായി ചീറി ഗോഡ്സെ പണി വേണം. ന്യൂസ് 18, പാലക്കാട്. ഈ വർഷത്തെ ഹജ്ജ് നറുക്കെടുപ്പ് പൂർത്തിയായി. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KT ജലീൽ നറുക്കെടുപ്പ് നിർവഹിച്ചു. ഇക്കുറി സംസ്ഥാനത്ത് നിന്നും 11,472 പേർക്കാണ് അവസരം. 70 വയസ്സിന് മുകളിലുള്ളവരും സഹായികളും ഉൾപ്പെടുന്ന സംവരണ വിഭാഗത്തിൽ 1,199 പേർക്ക് നേരിട്ട് അവസരം കിട്ടി. 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ വിഭാഗത്തിൽ അപേക്ഷ നൽകിയ 2,011 പേർക്കും നേരിട്ട് അവസരം കിട്ടി. ബാക്കി സീറ്റുകളിലേക്കാണ് 39,905 അപേക്ഷകളിൽ ഇന്ന് നറുക്കെടുപ്പ് നടത്തിയത്. അപേക്ഷ നൽകിയവർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ പാസ്പോർട്ട് നമ്പർ നൽകിയാൽ വിശദാംശങ്ങൾ അറിയാം.
ഏറെ സങ്കീർണതകളുണ്ടെങ്കിലും പ്രവാസി വോട്ട് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് രാഹുൽ ഗാന്ധി. വിദേശ ഇന്ത്യക്കാരുടെ സംഭാവനകൾ ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. ദുബായ് അക്കാദമിക് സിറ്റിയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അബുദാബിയിൽ IBPC സംഘടിപ്പിച്ച ബിസിനസ് സംഗമത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. BR ഷെട്ടി, MA യൂസഫ് അലി ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യൻ ബിസിനസ്സുകാരുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുലിന്റെ 3 ദിവസത്തെ UAE പര്യടനം നാളെ സമാപിക്കും. ഇടവേള. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പിന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് ചവറ സ്വദേശി കൃഷ്ണകുമാർ. വീൽചെയറിലിരുന്ന് ലോകം കീഴടക്കിയ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ് കൃഷ്ണകുമാർ മാതൃകയാക്കുന്നത്. ചലനശേഷി നിയന്ത്രിക്കുന്ന പേശികളുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന രോഗമാണ് 31 വയസ്സുകാരനായ കൃഷ്ണകുമാറിന്. കണ്ണുകളും നാവും മാത്രമേ സ്വയം ചലിപ്പിക്കാൻ കഴിയൂ. പക്ഷേ ചവറ സ്വദേശിയായ ഈ യുവാവിന്റെ മനോധൈര്യം മാതൃകയാക്കേണ്ടത് തന്നെയാണ്. സാമൂഹിക സേവന രംഗത്തെ മികവിനുള്ള യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്കൺ അവാർഡിന് എന്തുകൊണ്ടും അർഹനാണെന്ന് കൃഷ്ണകുമാറിന്റെ പ്രവർത്തികൾ ബോധ്യപ്പെടുത്തും. ധാരാളം യാത്രകൾ ചെയ്യുന്ന ഇദ്ദേഹം നവമാധ്യമങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ചർച്ചയാക്കും. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കും. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത കാറിലാണ് യാത്രകൾ. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം ഈ ലൈം ലൈറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആൾക്കാർ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഏത് പുരസ്കാരം ഏറ്റുപോകാൻ കഴിയുന്നത് തീർച്ചയായും അഭിമാനകരമായ, അതിലേറെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. 400-ലധികം അംഗങ്ങളുള്ള മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന സംഘടനയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് കൃഷ്ണകുമാർ. അച്ഛനോടൊപ്പം അപകടത്തിൽ മരിച്ച അനുജത്തി ദേവികയ്ക്കും ഇതേ രോഗമായിരുന്നു. ആ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് കൃഷ്ണകുമാറും അമ്മയും രക്ഷപ്പെട്ടത്. ശാരീരിക വിഷമതകൾ ഉള്ളവർക്കായി വീൽസ് ഓൺ വീൽ എന്ന പേരിൽ കാറുകൾ പരിഷ്കരിക്കുന്ന ഒരു കമ്പനി എന്നതാണ് കൃഷ്ണകുമാറിന്റെ സ്വപ്നം. ന്യൂസ് 18 ചവറ. എക്സൈസ് വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച വിമുക്തി മൺസൂൺ മാരത്തണിൽ കെനിയൻ താരങ്ങളുടെ ആധിപത്യം. 1ഉം 2ഉം സ്ഥാനങ്ങൾ കെനിയ നേടി. വിവിധ വിഭാഗങ്ങളായി 5000-ലധികം പേരാണ് മാരത്തോണിന്റെ ഭാഗമായത്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 5:30 എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 21 കിലോമീറ്റർ മാരത്തണിൽ കെനിയയുടെ ഐസക് എൻഡ്യൂറോ ഒന്നാമതെത്തി. കെനിയയുടെ തന്നെ ഐസക് കിംബോയ്ക്കാണ് 2ാം സ്ഥാനം. ഇന്ത്യൻ വിഭാഗത്തിൽ സഞ്ജയ് അഗർവാൾ ഒന്നാമതെത്തി. ലഹരി വസ്തുക്കളുടെ നിരോധനത്തെക്കാളുപരി ബോധവൽക്കരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ലഹരിക്ക് വിധേയമായവരെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടത്തിയ പ്രത്യേക മാരത്തണിൽ കോട്ടയം സ്വദേശി യെബിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മാരത്തണിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി.